അപ്പോൾ സുഹൃത്തുക്കളെ, വളരെ വിഷമകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും സുരക്ഷിതരാണെന്ന് കരുതപ്പെടുന്നു. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥനയിൽ ഇപ്പോൾ ബുദ്ധിമുട്ടുന്ന സുഹൃത്തുക്കളെ കൂടി നിങ്ങളൊന്ന് സ്മരിക്കുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കട്ടെ. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ, നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന LGS മാരത്തോൺ ഡേ 2024 100 ഡേയ്സ് ചലഞ്ച് ഇന്ന് മുതൽ ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ LGSന്റെ ഓൺലൈൻ ക്ലാസിന്റെ പേര്. സുഹൃത്തുക്കൾ എല്ലാവരും ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തോളണേ, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത സുഹൃത്തുക്കളെ ഒന്ന് ജോയിൻ ചെയ്യുക. ഇവിടെ പറയാത്ത കുറച്ച് വർക്കൗട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും സുസ്വാഗതം നമ്മുടെ ഏറ്റവും പുതിയ LGS മാരത്തോൺ 2024ലേക്ക്. ഇനി നമുക്ക് നോക്കാനുള്ളത് 2024 LGSന്റെ സ്റ്റഡി പ്ലാൻ ആണ്. ആദ്യം പറയട്ടെ, നമ്മുടെ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക സുഹൃത്തുക്കളും ഒന്നുകിൽ ജോലിയുള്ളവരായിരിക്കും അല്ലെങ്കിൽ വീട്ടമ്മമാരായിരിക്കും. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂർ പഠിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂർ എന്ത് ചെയ്യണം? നമ്മുടെ LGS പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മുടെ മുമ്പിൽ ഏകദേശം 100 ദിവസമുണ്ട്. ഈ 100 ദിവസം കൊണ്ട് സുഖമായിട്ട് നമുക്ക് 2024 LGS ക്ലിയർ കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കണേ, ദിവസവും 2 മണിക്കൂർ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. അതിപ്പോ ട്രാവൽ ചെയ്യുന്ന സമയത്തായിരിക്കാം, ഇല്ലെങ്കിൽ രാവിലെ എഴുന്നേക്കുന്ന സമയത്തായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു ഉച്ചമയക്കത്തിന് മുമ്പായിരിക്കാം. എപ്പോഴെങ്കിലും അരമണിക്കൂർ വെച്ചോ 1 മണിക്കൂർ വെച്ചോ എങ്ങനെയായിരുന്നാലും ഒരു ദിവസം നമ്മൾ 2 മണിക്കൂർ പഠിക്കുവാനുള്ള സമയം LGSന് വേണ്ടിയിട്ട് നമ്മൾ കാണും. രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കുവാനുള്ളത് മുൻകാല ചോദ്യങ്ങൾ അഥവാ പ്രീവിയസ് ചോദ്യങ്ങൾ കൂടുതലായിട്ട് പരിഗണിച്ച് പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നടന്ന 2024 ഏകദേശം 5ഓളം LGSന്റെ മെയിൻ എക്സാമുകൾ നടന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ LGSന്റെ അതേ സിലബസ് ബേസിലുള്ള എക്സാമുകൾ നടന്നിരുന്നു. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, ഒരുപാട് ചോദ്യങ്ങൾ പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ളവയാണ്. അതായത് വർഷങ്ങളായിട്ട് PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ തന്നെ അതുപോലെ എടുത്ത് ചോദിച്ചിരിക്കുകയാണ്. അപ്പോ നമ്മൾ എന്തായിരുന്നാലും LGS പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ഉണ്ടെങ്കിൽ അതിനകത്ത് മുൻകാല ചോദ്യങ്ങൾ അല്ലെങ്കിൽ പ്രീവിയസ് ചോദ്യങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല. മുൻകാല ചോദ്യങ്ങൾ പഠിക്കണം. 2023 2024 കാലയളവിലെ ആനുകാലിക സംഭവങ്ങൾ പഠിക്കണം. അഥവാ കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിക്കണമെങ്കിൽ എവിടെ തുടങ്ങണം? 2024 2023 കാലഘട്ടത്തിലുള്ള പ്രധാനപ്പെട്ട എല്ലാ ആനുകാലിക സംഭവങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം. കാരണം LGSന്റെ ഈ 5 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഏകദേശം 2023 2024 ഇടയിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഏറ്റവും കൂടുതൽ PSC കറണ്ട് അഫയേഴ്സ് മേഖലയിൽ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതൊന്ന് വ്യക്തമായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ പറയുന്നതാണ് കണക്ക് അല്ലെങ്കിൽ ഗണിത മേഖല. ഗണിത മേഖലയിലെ ചോദ്യങ്ങൾ മുൻകാല ചോദ്യങ്ങൾ എടുത്ത് പരിശീലിക്കുക തന്നെ വേണം. അത് ഇമ്പോർട്ടന്റ് ആണ്. ഗണിത മേഖലകളിൽ മുൻകാല ചോദ്യങ്ങൾ എടുത്ത് പരിശീലിച്ച് തന്നെ പഠിക്കണം. ഇപ്പൊ എല്ലാ ദിവസവും മാത്സ് പഠിക്കണമെന്നൊന്നുമില്ല, എന്നാലും ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും നമ്മൾ മാത്സിന് വേണ്ടി മാറ്റി വെക്കണം കേട്ടോ. എല്ലാ ദിവസവും മാത്സ് പഠിക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ സുഹൃത്തുക്കളെ, ഒരാഴ്ചയിൽ 2 ദിവസമെങ്കിലും മാത്സ് വ്യക്തമായിട്ട് അല്ലെങ്കിൽ ഗണിതം വ്യക്തമായിട്ട് അത് പരിശീലിക്കുക തന്നെ വേണം. എഴുതി തന്നെ പഠിക്കണം സുഹൃത്തുക്കൾ. എഴുതി തന്നെ മാത്സ് പഠിക്കാൻ ശ്രമിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ എക്സാം ഹാളിൽ എത്തുമ്പോൾ നമ്മൾ മറന്നുപോകും. മാക്സിമം മാത്സ് ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അഞ്ചാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പാഠപുസ്തകത്തിലെ സുപ്രധാന ചോദ്യങ്ങൾ. അഞ്ചാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? പാഠപുസ്തകത്തിലെ സുപ്രധാന ചോദ്യങ്ങൾ. പാഠപുസ്തകം വലിച്ചുവാരി പഠിക്കാതെ അതിൽ ആവശ്യമുള്ള നമ്മുടെ ടോപ്പിക് ബേസിലുള്ള ഒത്തിരി പോയിന്റ്സ് കാണും. അത്തരം പോയിന്റ്സിനെ നമ്മൾ സെലക്ട് ചെയ്ത് പഠിക്കണം. അതിനോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, ആഴ്ചയിൽ ഒരിക്കൽ 25 മാർക്കിന്റെ മോക്ക് ടെസ്റ്റ് എഴുതുകയും വേണം. 25 മാർക്കിന്റെ മോക്ക് ടെസ്റ്റ് ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ കണ്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ എഴുതുകയും വേണം. അതും എന്താണ്, ഒരു ഇമ്പോർട്ടന്റ് ആണ്. അത് എഴുതുന്ന സമയത്ത് എങ്ങനെയാണോ നമ്മൾ PSC എക്സാമിന് എഴുതുന്ന അതുപോലെ തന്നെ ടൈം എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് മോക്ക് ടെസ്റ്റ് ചെയ്യാനും ശ്രമിക്കണം. അപ്പോൾ ഇതിനകത്ത് സുഹൃത്തുക്കളെ ഒത്തിരി പോയിന്റ്സ് നമ്മൾ പറഞ്ഞില്ല, ഇങ്ങനെ പഠിക്കണം എന്ന്. ഇതിനകത്ത് ഈ ഒന്നാമത്തെ പോയിന്റ് ഒഴിച്ച് ബാക്കിയുള്ള 2, 3, 4, 5, 6 നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട. നമ്മുടെ ചാനലിൽ കൃത്യമായിട്ട് അതിനുള്ള ക്ലാസ്സുകൾ അപ്ലോഡ് ആകുന്നതാണ്.
പക്ഷെ ആ ഒന്നാമത് പറഞ്ഞ പോയിന്റ്, അതായത് ആ 2 മണിക്കൂർ പഠിക്കേണ്ട സമയം, അത് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടെത്തണം. അത് മാത്രം നിങ്ങൾ കണ്ടെത്തിയാൽ മതി. ബാക്കി താഴേക്ക് പറഞ്ഞിരിക്കുന്നത് എല്ലാം നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ കണ്ടെത്താനുള്ളത് നിങ്ങളുടെ സമയം മാത്രമാണ്. അപ്പോൾ ഒരു ദിവസം 2 മണിക്കൂർ നമ്മൾ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കണം. എല്ലാ ആഴ്ചയും സൺഡേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു 25 മാർക്കിന്റെ മോക്ക് ടെസ്റ്റ്, അത് നമ്മൾ തിങ്കൾ മുതൽ ശനി വരെ പഠിച്ചിട്ടുള്ള മുഴുവൻ പോയിന്റ്സും ചേർത്തുകൊണ്ട് ഒരു മോക്ക് ടെസ്റ്റ് കൂടെ നമ്മൾ കണ്ടക്ട് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ നമ്മുടെ പഠനം അങ്ങ് ആരംഭിക്കാം. എല്ലാ സുഹൃത്തുക്കൾക്കും ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവരും LGS റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരിക്കും, ഉറപ്പാണ്. അപ്പൊ നമുക്ക് സമയം കളയണ്ട, ഇന്ന് എന്താണ് പഠിക്കാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണ് എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ലാഹോർ സമ്മേളനമായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം എന്ന് പറയുന്നത് പൂർണ്ണ സ്വരാജ് ആയിരിക്കണം എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലാഹോർ സമ്മേളനമാണ്. ലാഹോർ സമ്മേളനം നടന്ന വർഷം 1929 ലാഹോർ സമ്മേളനം നടന്ന വർഷം 1929 ലാഹോർ ഇപ്പോൾ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാകിസ്ഥാനിലാണ് കേട്ടോ. ഇപ്പോഴത്തെ പാകിസ്ഥാൻ രാജ്യത്തിന്റെ ഭാഗമാണ് ആര്? ലാഹോർ എന്ന് പറയുന്നത്. ലാഹോർ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ ലാഹോർ സമ്മേളനം നടന്നത് ഏത് നദിയുടെ തീരത്ത് എന്ന് PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അത് രവി നദിയുടെ തീരത്താണ്. ഇത്രയും ഭാഗം നമ്മൾ വ്യക്തമായിട്ട് പഠിക്കണം. ലാഹോർ സമ്മേളനം നടന്ന വർഷം 1929. ലാഹോർ സമ്മേളനത്തിന്റെ വേദി ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പാകിസ്ഥാൻ രാജ്യത്തിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ലാഹോറിലൂടെ ഒഴുകുന്ന നദി എന്ന് ചോദിച്ചാൽ അത് രവി നദി, അല്ലെങ്കിൽ നമുക്ക് പറയാം ലാഹോർ ഏത് നദിയുടെ തീരത്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രവി നദിയുടെ തീരത്താണ്. അതുകൊണ്ട് തന്നെ ലാഹോർ സമ്മേളനം ഏതു നദീ തീരത്ത് വെച്ച് നടന്നു എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അത് രവി തീരത്ത് വെച്ച് നടന്നു എന്നങ്ങ് പഠിക്കുക. ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ലാഹോർ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ച വ്യക്തിയായിരുന്നു ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം എന്ന് ചോദിച്ചാൽ അത് ലാഹോർ സമ്മേളനം. ജവഹർലാൽ നെഹ്റു പ്രസിഡന്റ് ആയ ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം എന്ന് ചോദിച്ചാൽ അത് ലാഹോർ സമ്മേളനമാണ്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടന്ന സമ്മേളനം എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അത് ലാഹോർ സമ്മേളനമാണ്. ഇത്രയും സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക. ഒന്നുകൂടി പറയുവാണേ, ലാഹോർ സമ്മേളനം എന്ന് പറയുന്നത് 1929 ഇപ്പോഴത്തെ പാകിസ്ഥാന്റെ ഭാഗമായിട്ടുള്ള ലാഹോറിലെ രവി നദിയുടെ തീരത്ത് വെച്ച് നടന്ന INC സമ്മേളനമായിരുന്നു. ഈ INC സമ്മേളനത്തിന് അധ്യക്ഷ സ്ഥാനം അഥവാ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചതാരെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആദ്യമായി INCയുടെ പ്രസിഡന്റ് ആകുന്നത് 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയത് ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ്. 1896 കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചാണ് വന്ദേ മാതരം ആദ്യമായി നമ്മൾ ആലപിക്കുന്നത്. പഠിക്കണം. 1896 കൊൽക്കത്ത INCയുടെ സമ്മേളനത്തിൽ വെച്ചാണ് വന്ദേ മാതരം, നമ്മുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം എന്ത് ചെയ്യുന്നത്, ആലപിക്കുന്നത്. 1896 കൊൽക്കത്ത INC സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചതാണെന്ന് ചോദിച്ചാൽ റഹ്മത്തുള്ള സയാനി. പഠിക്കുക, ആരാണ്? റഹ്മത്തുള്ള സയാനി. ഒന്നുകൂടി പറയാം, കൺഫ്യൂഷൻ ഒന്നും വേണ്ടേ. 1896 കൊൽക്കത്ത സമ്മേളനം, ഏതാ കൊൽക്കത്ത സമ്മേളനം? INCയുടെ കൊൽക്കത്ത സമ്മേളനത്തില് ആദ്യമായിട്ട് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആലപിച്ചു. 1896 കൊൽക്കത്ത INC സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാലും ഒന്ന് തന്നെയാണ്. ആര്? റഹ്മത്തുള്ള സയാനി. ആരാണ്? റഹ്മത്തുള്ള സയാനി. 1911 കൊൽക്കത്ത INC സമ്മേളനത്തിൽ വെച്ചാണ് നമ്മുടെ ദേശീയ ഗീതമായിട്ടുള്ള ജനഗണമന ആദ്യമായി ആലപിച്ചത്. അതാണ് ഇവിടെ പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ്. ദേശീയ ഗീതമായാലും ദേശീയ ഗാനമായാലും കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ച് തന്നെയാണ് ആലപിക്കപ്പെട്ടത്. എന്നാൽ വർഷങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ് സുഹൃത്തുക്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതും. അപ്പോൾ 1911 കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ച്, അല്ലെങ്കിൽ കൊൽക്കത്ത INC സമ്മേളനത്തിൽ വെച്ച് നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിച്ചു. 1911 കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചത് BN ധർ ആണ്. പഠിക്കുക, 1911 കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചതായിരുന്നു ചോദിച്ചാൽ അത് BN ധർ ആണ്. പഠിക്കുക. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം എന്നാ ചോദിച്ചിരിക്കുന്നത്. ഏതാ സുഹൃത്തുക്കളെ? ദേശീയ പ്രക്ഷോഭം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം നിസ്സഹകരണ സമരമാണ്. ഒത്തിരി സുഹൃത്തുക്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന പോയിന്റ് ആണ് പറഞ്ഞത്. ആ കൺഫ്യൂഷൻ നമ്മൾ ഇവിടെ ഇന്ന് അവസാനിപ്പിക്കാം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ചോദിച്ചാൽ
അത് നിസ്സഹകരണ സമരമാണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തെ പറ്റി നമുക്ക് നോക്കാം. 1920 കൊൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനത്തിൽ നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ചത് ഗാന്ധിജി. ഇങ്ങനെ തന്നെ പഠിച്ചോളണേ. 1920 കൊൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനത്തിൽ നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ഗാന്ധിജിയാണ്. ഇവിടെ നിന്ന് ഒത്തിരി പോയിന്റ്സ് നമ്മൾ പഠിച്ചു. നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ഗാന്ധിജിയാണ്. 1920 കൊൽക്കത്തയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനത്തിലാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രമേയം അവതരിപ്പിച്ചത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത് നിസ്സഹകരണ പ്രസ്ഥാനം. പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം ഏത് എന്ന് ചോദിച്ചാൽ അത് നിസ്സഹകരണ പ്രസ്ഥാനമാണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് തങ്ങളുടെ വക്കീൽ അഭ്യാസം നിർത്തിയ ദേശീയ നേതാക്കൾ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മോത്തിലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്, CR ദാസ്. ഈ 3 പേരുടെ പേരും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ടേ. നിസ്സഹകരണ പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് തങ്ങളുടെ വക്കീൽ അഭ്യാസം നിർത്തിയ ദേശീയ നേതാക്കൾ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മോത്തിലാൽ നെഹ്റു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, അതുപോലെ തന്നെ CR ദാസുമാണ്. ഈ 3 വ്യക്തിത്വങ്ങളുടെ പേരും സുഹൃത്തുക്കൾ പഠിക്കണം. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് അറസ്റ്റ് വരിച്ച വനിതകൾ ആരെന്ന് ചോദിച്ചാൽ വാസന്തി ദേവിയും ഊർമിള ദേവിയും. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തതിന്റെ ഭാഗമായി അറസ്റ്റ് വരിച്ച വനിതകൾ ആര് എന്ന് ചോദിച്ചാൽ അത് വാസന്തി ദേവിയും ഊർമിള ദേവിയുമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. 1920 കൊൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനത്തിൽ നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം, ഒരുപാട് ജനങ്ങളെ ചേർത്തുകൊണ്ടുണ്ടാക്കിയ ബഹുജന പ്രക്ഷോഭം എന്ന് ചോദിച്ചാൽ അത് നിസ്സഹകരണ പ്രസ്ഥാനമാണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് തങ്ങളുടെ വക്കീൽ അഭ്യാസം നിർത്തലാക്കിയ നേതാക്കൾ ചോദിച്ചു കഴിഞ്ഞാൽ മോത്തിലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്, CR ദാസ്. നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച വനിതകൾ ചോദിച്ചാൽ അത് വാസന്തി ദേവിയും ഊർമിള ദേവിയുമാണ്. ആരൊക്കെയാണ്? വാസന്തി ദേവിയും ഊർമിള ദേവിയും. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് സിവിൽ ലംഘന പ്രസ്ഥാനം. ഇത് രണ്ടുമാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. എന്താണ് സിവിൽ ലംഘന പ്രസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭം അറിയപ്പെടുന്ന പേരാണ് സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം. പഠിക്കുക. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭം അറിയപ്പെടുന്ന പേരാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ കാരണമായ കോൺഗ്രസ് സമ്മേളനം 1929 ലാഹോർ സമ്മേളനമായിരുന്നു. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ കാരണമായ കോൺഗ്രസ് സമ്മേളനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1929 ലാഹോർ സമ്മേളനമായിരുന്നു. ഗാന്ധിജി 78 അനുയായികൾക്കൊപ്പം ഗുജറാത്തിലെ സബർമതിയിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര തിരിച്ചത് 1930 മാർച്ച് മാസം 12-ാം തീയതി. ഗാന്ധിജി തന്റെ 78 അനുയായികൾക്കൊപ്പം ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര തിരിച്ചത് 1930 മാർച്ച് മാസം 12-ാം തീയതി. ഗാന്ധിജിയും അനുയായികളും ദണ്ഡി കടപ്പുറത്ത് എത്തിയ വർഷം 1930 ഏപ്രിൽ മാസം 5-ാം തീയതി. ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് 1930 ഏപ്രിൽ മാസം 5-ാം തീയതിയാണ്. ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ മാസം 6-ാം തീയതി. ഈ 3 പ്രധാനപ്പെട്ട ഡേറ്റുകളും PSCയുടെ പ്രീവിയസ് ചോദ്യങ്ങളാണ്. സുഹൃത്തുക്കൾക്ക് ഒന്നുകൂടി പറഞ്ഞു തരാം. ഗാന്ധിജി തന്റെ 78 അനുയായികൾക്കൊപ്പം ഗുജറാത്തിലെ സബർമതിയിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര ആരംഭിച്ച തീയതി എന്തെന്ന് ചോദിച്ചാല് 1930 മാർച്ച് 12. അപ്പോ 1930 മാർച്ച് 12 യാത്ര ആരംഭിക്കുന്നു. ഗാന്ധിജിയും അനുയായികളും ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നതെന്ന് ചോദിച്ചാല് 1930 ഏപ്രിൽ മാസം 5-ാം തീയതിയാണ്. ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ മാസം 6-ാം തീയതി. സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി 1931 ഗാന്ധി ഇർവിൻ ഉടമ്പടിയാണ്. പഠിക്കുക. സിവിൽ ലംഘന പ്രസ്ഥാനം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ചോദിച്ചു കഴിഞ്ഞാൽ അത് 1931 ഗാന്ധി ഇർവിൻ ഉടമ്പടിയാണ്. ഈ ഭാഗം സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. പ്രധാനമായിട്ടും ഇവിടെ ഒന്ന് പഠിക്കാനുള്ളത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധി നയിച്ച രണ്ടാമത്തെ ജനീയ പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത് സിവിൽ നിയമലംഘന പ്രസ്ഥാനമാണ്. പഠിക്കുക. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. പഠിക്കുന്ന സുഹൃത്തുക്കളെ, ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയതാരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്.
INA സ്ഥാപകൻ ചോദിച്ചാൽ അത് റാഷ് ബിഹാരി ബോസ് ആണ്. പഠിക്കുക. INA സ്ഥാപകൻ ആരെന്ന് ചോദിച്ചാൽ അത് റാഷ് ബിഹാരി ബോസ് ആണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയും പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയും രൂപീകരിച്ചത് ജയപ്രകാശ് നാരായണനാണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയും CSP യും PSP എന്നിങ്ങനെ പറയും കേട്ടോ. CSP ആയിരുന്നാലും PSP ആയിരുന്നാലും ആരാണ് കൊണ്ടുവന്നത്? ജയപ്രകാശ് നാരായണനാണ്. പഠിക്കുക. മദൻ മോഹൻ മാളവ്യക്കൊപ്പം നാഷണൽ പാർട്ടി രൂപീകരിച്ചത് ലാലാ ലജ്പത് റായി ആണ്. പഠിക്കുവാനുള്ള പോയിന്റാ പറഞ്ഞത്. മദൻ മോഹൻ മാളവ്യക്കൊപ്പം നാഷണൽ പാർട്ടി രൂപീകരിച്ചത് ലാലാ ലജ്പത് റായി. പഞ്ചാബ് സിംഹം എന്നും പഞ്ചാബ് കേസരി എന്നും അറിയപ്പെടുന്നത് ലാലാ ലജ്പത് റായി ആണ്. പഞ്ചാബ് സിംഹം എന്നും പഞ്ചാബ് കേസരി എന്നും അറിയപ്പെടുന്നത് ലാലാ ലജ്പത് റായി ആണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാചിക്കുക അല്ല, അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ലാലാ ലജ്പത് റായി ആണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാചിക്കുകയല്ല, അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ലാലാ ലജ്പത് റായി ആണ്. സൈമൺ കമ്മീഷനെതിരെ കരിങ്കൊടി കാട്ടിയതിന് ലാത്തി ചാർജിൽ മരണപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ലാലാ ലജ്പത് റായി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ്. സൈമൺ കമ്മീഷനെതിരെ കരിങ്കൊടി കാട്ടിയതിന്റെ പേരിൽ ലാത്തി ചാർജിൽ മരണപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആര് എന്ന് ചോദിച്ചാൽ അത് ലാലാ ലജ്പത് റായി ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. INA സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് റാഷ് ബിഹാരി ബോസ് ആണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ആയിരുന്നാലും പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി ആയിരുന്നാലും സ്ഥാപകൻ ആരാണ്? ജയപ്രകാശ് നാരായണനാണ്. അതുപോലെ മദൻ മോഹൻ മാളവ്യക്കൊപ്പം നാഷണലിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നതിന് സഹായിച്ചിരുന്നത് ആരാണ്? ലാലാ ലജ്പത് റായി ആണ്. പഞ്ചാബ് സിംഹം എന്നും പഞ്ചാബ് കേസരി എന്നും അറിയപ്പെടുന്നത് ലാലാ ലജ്പത് റായി. സ്വാതന്ത്ര്യത്തിനു വേണ്ടി യാചിക്കുകയല്ല, അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ലാലാ ലജ്പത് റായി ആണ്. പഠിച്ചോളനെ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സൈമൺ കമ്മീഷനെതിരെ കരിങ്കൊടി കാട്ടിയതിന് ലാത്തി ചാർജിൽ മരണപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആരെന്ന് ചോദിച്ചാൽ അത് ലാലാ ലജ്പത് റായി ആണ്. ഇത്രയും പോയിന്റ് സുഹൃത്തുക്കൾ ഈ ഭാഗത്ത് നിന്ന് പഠിക്കുക. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്. പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത ഈ വ്യക്തി ആരാണ്? ഉത്തരം ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. പഠിക്കുക. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളില് നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്. പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തിത്വമാരെന്ന് ചോദിച്ചാൽ അത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. ബച്ചാ ഖാൻ എന്നും അതിർത്തി ഗാന്ധി എന്നും അറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരെന്ന് ചോദിച്ചാൽ അത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. പഠിക്കുക. ബച്ചാ ഖാൻ എന്നും അതിർത്തി ഗാന്ധി എന്നും അറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാ സുഹൃത്തുക്കളെ? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് വടക്കു പടിഞ്ഞാറൻ മേഖലകളിൽ റെഡ് ഷർട്ട് അല്ലെങ്കിൽ സുർക്ക് പോയി രൂപീകരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. ഒന്നുകൂടി പറയാം. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വടക്കു പടിഞ്ഞാറൻ മേഖലകളില് റെഡ് ഷർട്ടുകൾ അല്ലെങ്കിൽ അവരറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സുർക്ക് പോഷ്. സുർക്ക് പോഷ് എന്ന സംഘടന രൂപീകരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരെന്ന് ചോദിച്ചാൽ അത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. പഠിക്കുക. ഭാരതരത്ന ലഭിക്കുന്ന ഇന്ത്യക്കാരനല്ലാത്ത ആദ്യത്തെ വ്യക്തി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. പഠിക്കുക. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കാരണം ഇത് LGS ലെവൽ ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. ചുവടെ തന്നിരിക്കുന്നതിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? ഉത്തരം ആരാ സുഹൃത്തുക്കളെ? ബാലഗംഗാധര തിലകനായിരുന്നു. കാരണം അദ്ദേഹം ഒരു തീവ്രവാദി നേതാവായിരുന്നു. ചുവടെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ സമര കാലഘട്ടത്തിൽ മിതവാദി നേതാക്കൾ ഉൾപ്പെടാത്തതാണെന്ന് ചോദിച്ചാൽ അത് ബാലഗംഗാധര തിലകാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളെ ഒന്ന് പഠിക്കാം. ഗോപാലകൃഷ്ണ ഗോഖലെ, മദൻ മോഹൻ മാളവ്യ, MG റാനഡെ, ദാദാഭായ് നവറോജി, സുരേന്ദ്രനാഥ് ബാനർജി. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ WC ബാനർജിയും അതുപോലെ തന്നെ ഫിറോസ് ഷാ മേത്ത ഇവരെല്ലാം മിതവാദി നേതാക്കളായിരുന്നു. അപ്പൊ ഒന്നുകൂടി പറയാം അവർ ആരൊക്കെയാണെന്നുള്ളത്. ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷനുള്ള വ്യക്തികൾ മാറ്റിയിട്ടുള്ള ബാക്കിയുള്ളവരാണ് സുഹൃത്തുക്കളെ പറയുന്നത്. മിതവാദികൾ എന്നറിയപ്പെടുന്ന നേതാക്കള് ഗോപാലകൃഷ്ണ ഗോഖലെ, മദൻ മോഹൻ മാളവ്യ, MG റാനഡെ, ദാദാഭായ് നവറോജി, സുരേന്ദ്രനാഥ് ബാനർജി. തീവ്രവാദി നേതാക്കൾ എന്നറിയപ്പെടുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രി, ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാൽ. അതിനോടൊപ്പം തന്നെ പഠിക്കണം അരബിന്ദ ഘോഷ്. കാരണം ഈ മൂന്ന് വ്യക്തിത്വങ്ങളെ നമ്മൾ വ്യക്തമായിട്ട് നമുക്ക് അറിയാവുന്നതാണ്. എന്നാൽ അരബിന്ദ ഘോഷിനെ കൂടി ഇതിനോടൊപ്പം പഠിക്കുക. അപ്പോ ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ തീവ്രവാദി നേതാക്കൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ അത് ലാൽ ബഹദൂർ ശാസ്ത്രി, ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാലിനോടൊപ്പം പഠിക്കേണ്ട പോയിന്റ് ആണ് അരബിന്ദ ഘോഷ്.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മിതവാദി എന്നും തീവ്രവാദി എന്നും വിഭജിച്ചത് 1907 സൂറത്ത് സമ്മേളനത്തിൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മിതവാദി എന്നും തീവ്രവാദി എന്നും വിഭജിച്ചത് 1907 സൂറത്ത് സമ്മേളനത്തിലാണ്. ഇത്രയും ഭാഗം സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്നും എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഉത്തരം 44-ാം ഭേദഗതിയാണ് കേട്ടോ. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്നും എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി എന്ന് ചോദിച്ചാൽ അത് 44-ാം ഭരണഘടനാ ഭേദഗതിയാണ്. 44-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം 1978 ആണ്. PSCയുടെ പ്രീവിയസ് ചോദ്യമാണ്. 44-ാം ഭേദഗതി നിലവിൽ വന്ന വർഷം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1978 44-ാം ഭേദഗതി കൊണ്ടുവന്നത് മൊറാർജി ദേശായി സർക്കാർ. 44-ാം ഭേദഗതി കൊണ്ടുവന്ന സർക്കാർ എന്ന് ചോദിച്ചാൽ മൊറാർജി ദേശായി സർക്കാരാണ്. ഇപ്പോൾ സ്വത്തവകാശം നിയമപരമായ ഒരു അവകാശം മാത്രമായിരിക്കുന്നു. സ്വത്തവകാശം ഇപ്പോൾ ആർട്ടിക്കിൾ 300A ഉൾപ്പെടുത്തിയിരിക്കുന്നത്. PSC ഏറ്റവും കൂടുതൽ ചോദിച്ച പ്രീവിയസ് ചോദ്യം. സ്വത്തവകാശം ഇപ്പോൾ ആർട്ടിക്കിൾ 300A ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആർട്ടിക്കിൾ 19F ആർട്ടിക്കിൾ 31 എന്നിവ പൗരന്മാർക്ക് സ്വത്ത് കൈവശം വെക്കുവാനുള്ള അവകാശം ഉറപ്പു നൽകുന്നു. ഇതൊന്ന് പഠിച്ചോളനെ. ആർട്ടിക്കിൾ 19(1)F അതുപോലെ തന്നെ ആർട്ടിക്കിൾ 31 എന്നിവ പൗരന്മാർക്ക് സ്വത്ത് കൈവശം വെക്കുവാനുള്ള അവകാശം ഉറപ്പു നൽകുന്നു. ഒന്നുകൂടി പറയുവാണേ, സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്നും എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി എന്ന് ചോദിച്ചാൽ അത് 44-ാം ഭരണഘടനാ ഭേദഗതി. 44-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം 1978 ആണ്. 44-ാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത് മൊറാർജി ദേശായി സർക്കാരാണ്. ഇപ്പോൾ സ്വത്തവകാശം നിയമപരമായ ഒരു അവകാശം മാത്രമായി മാറിക്കഴിഞ്ഞു. സ്വത്തവകാശം ഇപ്പോൾ ആർട്ടിക്കിൾ 300A ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആർട്ടിക്കിൾ 19(1)F ആർട്ടിക്കിൾ 31 പൗരന്മാർക്ക് സ്വത്ത് കൈവശം വയ്ക്കുവാനുള്ള അവകാശം ഉറപ്പു നൽകുന്നു. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഉത്തരം ഹൈക്കോടതിയാണ്. ഒരു സംസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന കോടതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈക്കോടതിയാണ്. ഇന്ത്യയിലെ പരമോന്നത കോടതി എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കോടതി എന്നറിയപ്പെടുന്നതും ഇന്ത്യയിലെ പരമോന്നത കോടതി എന്നറിയപ്പെടുന്നതും ആരാണ്? സുപ്രീം കോടതിയാണ്. സംസ്ഥാനത്തെ പരമോന്നത കോടതിയും ഏറ്റവും ഉയർന്ന കോടതിയും എന്നും അറിയപ്പെടുന്നത് ഹൈക്കോടതിയാണ്. സംസ്ഥാനത്തിലെ പരമോന്നത കോടതി എന്നും ഏറ്റവും ഉയർന്ന കോടതി എന്നും അറിയപ്പെടുന്നത് ഹൈക്കോടതിയാണ്. ഒരു ജില്ലയിലെ ഏറ്റവും ഉയർന്ന കോടതി ജില്ലാ കോടതിയാണ്. ഒരു ജില്ലയിലെ ഏറ്റവും ഉയർന്ന കോടതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജില്ലാ കോടതിയാണ്. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതിയാണ് മജിസ്ട്രേറ്റ് കോടതി. പഠിച്ചോളനെ, ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി അറിയപ്പെടുന്ന പേരാണ് മജിസ്ട്രേറ്റ് കോടതി. ഒന്നുകൂടി പറയാം, ഇന്ത്യയിലെ പരമോന്നത കോടതി എന്നറിയപ്പെടുന്നതും ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കോടതി എന്നറിയപ്പെടുന്നതും സുപ്രീം കോടതി. സംസ്ഥാനത്തിലെ പരമോന്നത കോടതികളിൽ ഏറ്റവും ഉയർന്ന കോടതി എന്നറിയപ്പെടുന്നത് ഹൈക്കോടതിയാണ്. ഒരു ജില്ലയിലെ ഏറ്റവും ഉയർന്ന കോടതി എന്നറിയപ്പെടുന്നത് ജില്ലാ കോടതിയാണ്. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി ചോദിച്ചാൽ അത് മജിസ്ട്രേറ്റ് കോടതിയാണ്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ ആണ്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചാൽ ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയതും ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്റ്റേറ്റ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്ന വ്യക്തിയുമായിരുന്നു ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. പഠിക്കുക, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയതും ഭരണഘടനാ നിർമ്മാണ സഭയിൽ സ്റ്റേറ്റ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്ന വ്യക്തിയായിരുന്നു ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ, ഇതാണ് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ചോദിച്ചാൽ അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദുമാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. സ്റ്റിയറിംഗ് കമ്മിറ്റി അധ്യക്ഷൻ, റൂൾ ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി അധ്യക്ഷൻ, അഡ്ഹോക്ക് കമ്മിറ്റി അധ്യക്ഷൻ, ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി അധ്യക്ഷന്മാരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. പഠിച്ചോളനെ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ, സ്റ്റിയറിംഗ് കമ്മിറ്റി അധ്യക്ഷൻ, റൂൾ ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി അധ്യക്ഷൻ, അഡ്ഹോക്ക് കമ്മിറ്റി അധ്യക്ഷൻ, ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി അധ്യക്ഷന്മാരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. രാധാകൃഷ്ണനെ പറ്റി നമുക്ക് നോക്കാം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഉപരാഷ്ട്രപതി എന്നറിയപ്പെടുന്നത് ഡോക്ടർ S രാധാകൃഷ്ണനാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഉപരാഷ്ട്രപതി എന്നറിയപ്പെടുന്നത് ഡോക്ടർ S രാധാകൃഷ്ണനാണ്. ഇന്ത്യയിൽ ആദ്യമായി ഉപരാഷ്ട്രപതി ആയതിനു ശേഷം രാഷ്ട്രപതി സ്ഥാനം അലങ്കരിച്ച വ്യക്തി S രാധാകൃഷ്ണനാണ്. പഠിക്കുക,
ഇന്ത്യയിൽ ആദ്യമായി ഉപരാഷ്ട്രപതിയായതിനു ശേഷം രാഷ്ട്രപതി സ്ഥാനം അലങ്കരിച്ച വ്യക്തിയായിരുന്നു ചോദിച്ചാൽ അത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. തത്വചിന്തകനായ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നത് രാധാകൃഷ്ണനാണ്. പഠിച്ചോളെ, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അറിയപ്പെടുന്ന പേരാണ് തത്വചിന്തകനായ രാഷ്ട്രപതി എന്ന്. ഇന്ത്യയിൽ ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ആരെന്ന് ചോദിച്ചാൽ എസ് രാധാകൃഷ്ണനാണ്. പഠിച്ചോളനെ. സ്വതന്ത്രം ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഇന്ത്യയിൽ ആദ്യമായി ഉപരാഷ്ട്രപതി ആയതിനു ശേഷം രാഷ്ട്രപതി സ്ഥാനം അലങ്കരിച്ച വ്യക്തി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. തത്വചിന്തകനായ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയിൽ ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ചോദിച്ചാൽ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. പഠിക്കുക. ലോകത്തിൽ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റാ പറഞ്ഞത്. ലോകത്തിൽ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? നമ്മുടെ ഇന്ത്യയാണ്. ലിഖിത ഭരണഘടനയിൽ ഏറ്റവും ചെറുതും പഴക്കം ചെന്നതുമായ ഭരണഘടന അമേരിക്കൻ ഭരണഘടന. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ. ലിഖിത ഭരണഘടനയിൽ ഏറ്റവും ചെറുതും ഏറ്റവും പഴക്കം ചെന്നതുമായ ഭരണഘടന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കൻ ഭരണഘടനയാണ്. അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, അതായത് എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടൻ, ഇസ്രയേല്, ന്യൂസിലാൻഡ്. പഠിക്കുക. അഖിലിത ഭരണഘടനയുള്ള അല്ലെങ്കിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടൻ, ഇസ്രയേല്, ന്യൂസിലാൻഡ്. ബ്രിട്ടൻ, ഇസ്രയേലും ന്യൂസിലാൻഡുമാണ്. ആധുനിക ജനാധിപത്യത്തിന്റെ നാടെന്നറിയപ്പെടുന്നതും ഭരണഘടന എന്ന ആശയം ഉദിച്ച രാജ്യം എന്നറിയപ്പെടുന്നതും ബ്രിട്ടനാണ്. പഠിക്കുക. ആധുനിക ജനാധിപത്യത്തിന്റെ നാട് എന്നറിയപ്പെടുന്നതും ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യം എന്നറിയപ്പെടുന്നതും ബ്രിട്ടനാണ്. ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യമെന്നും ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഗ്രീസാണ്. അത് തമ്മിൽ തെറ്റിപ്പോവരുതേ. ആധുനിക ജനാധിപത്യത്തിന്റെ നാട് എന്നും ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത നാട് എന്ന് അറിയപ്പെടുന്നത് ബ്രിട്ടനാണ് എങ്കിൽ ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യം ഗ്രീസാണ്. അതുപോലെ തന്നെ ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യവും ഗ്രീസാണ്. പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്നറിയപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലൻഡ് ആണ്. പഠിക്കുക. പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്നറിയപ്പെടുന്നത് സ്വിറ്റ്സർലൻഡ് ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. ലിഖിത ഭരണഘടനയിൽ ഏറ്റവും ചെറുതും ഏറ്റവും പഴക്കം ചെന്നതും അമേരിക്കൻ ഭരണഘടന. അഖിലിത ഭരണഘടനയുള്ള രാജ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടൻ, ഇസ്രയേൽ, ന്യൂസിലാൻഡ് ആണ്. ആധുനിക ജനാധിപത്യത്തിന്റെ നാട് എന്നറിയപ്പെടുന്നതും ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത നാട് എന്നറിയപ്പെടുന്നതും ബ്രിട്ടനാണ്. ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യമെന്നും ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഗ്രീസാണ്. പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്നറിയപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലൻഡ് ആണ്. പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്നറിയപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലൻഡ് ആണ്. പഠിക്കുക. ഭരണഘടനയുടെ ആമുഖം സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, മൗലിക അവകാശങ്ങളാണ് കേട്ടോ. ഒന്നുകൂടി പറയാം. ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് എന്ന് ചോദിച്ചാൽ അത് മൗലിക അവകാശങ്ങളാണ്. ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള പ്രധാന ലക്ഷ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പൗരന്മാർക്കും നീതി, സ്വാതന്ത്ര്യം, സമത്വം, രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്തുന്നതിന് സാഹോദര്യവും പ്രോത്സാഹിപ്പിക്കുക. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. എല്ലാ പൗരന്മാർക്കും നീതി, സ്വാതന്ത്ര്യം, സമത്വം, അതുപോലെ തന്നെ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്തുന്നതിന് സാഹോദര്യവും പ്രോത്സാഹിപ്പിക്കുക. ആമുഖത്തിലെ പ്രധാന ലക്ഷ്യങ്ങൾ പെടാത്തത് മൗലിക അവകാശമാണ്. ഇമ്പോർട്ടന്റ് പോയിന്റാ പറഞ്ഞത്. ആമുഖത്തിലെ പ്രധാന ലക്ഷ്യങ്ങളിൽ പെടാത്തത് മൗലിക അവകാശമാണ്. ആമുഖപ്രകാരം ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ്. ആമുഖപ്രകാരം ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ് എന്നങ്ങ് പഠിക്കുക. 42ാം ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട വാക്കുകളാണ് സോഷ്യലിസ്റ്റ്, മതേതരത്വം, അഭിവാജ്യകത. ഇത് 3 PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. 42ാം ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട വാക്കുകൾ ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യലിസ്റ്റ്, മതേതരത്വം, അഭിവാജ്യകത. കൈസർ ഹേ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാനിടയായ സംഭവം എന്ന് ചോദിച്ചാൽ അതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. പഠിക്കുക. കൈസർ ഹേ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാനിടയായ സംഭവം ചോദിച്ചാൽ അത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 13 ഏപ്രിൽ 1919. പഠിക്കണം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമാണ് പഠിക്കാൻ. 19 എന്നങ്ങ് പഠിക്കുക. മാസം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏപ്രിൽ മാസമാണ്. അതുപോലെ തന്നെ ദിവസം ചോദിച്ചു കഴിഞ്ഞാൽ അത് 13 ആണ്. പഠിക്കുക. അമൃത്സർ കൂട്ടക്കൊല എന്ന പേരിൽ അറിയപ്പെടുന്നത് ജാലിയൻ വാലാബാഗ് ആണ്. അമൃത്സർ കൂട്ടക്കൊല എന്ന പേരിൽ അറിയപ്പെടുന്നത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്.
പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടുവെങ്കിൽ അമൃത്സർ അത് ഇളക്കിയിരിക്കുന്നു എന്ന ജാലിയൻ വാലാബാഗിനെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് ഗാന്ധിജി. പ്രീവിയസ് ചോദ്യമാണ്. പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടുവെങ്കിൽ അമൃത്സർ അത് ഇളക്കിയിരിക്കുന്നു എന്ന് ജാലിയൻ വാലാബാഗിനെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് ഗാന്ധിജിയാണ്. ക്രൗളിംഗ് ഓർഡർ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇമ്പോർട്ടന്റ് പോയിന്റാ പറഞ്ഞത്. ക്രൗളിംഗ് ഓർഡർ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് സർ പദവി തിരിച്ചു നൽകിയത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. പഠിക്കേണ്ട പോയിന്റ് ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് സർ പദവി ബ്രിട്ടീഷുകാർക്ക് തിരിച്ചു നൽകിയത് ആരെന്ന് ചോദിച്ചാല് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് കൈസർ ഇ ഹിന്ദ് ബഹുമതി തിരിച്ചു നൽകിയ വനിത സരോജിനി നായിഡു. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റാ പറഞ്ഞത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് കൈസർ ഇ ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷുകാർക്ക് തിരിച്ചു നൽകിയ വനിതയാര് എന്ന് ചോദിച്ചാൽ അത് സരോജിനി നായിഡു ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല പ്രതിഷേധിച്ചുകൊണ്ട് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ച വ്യക്തി ചേറ്റൂർ ശങ്കരൻ നായർ. നമ്മുടെ മലയാളിയായിട്ടുള്ള സി ശങ്കരൻ നായർ ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പ്രതിഷേധിച്ചുകൊണ്ട് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ച വ്യക്തി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ 100ാം വാർഷികം 2019 പഠിച്ചോളനെ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ 100ാം വാർഷികം എന്നു ചോദിച്ചാൽ അത് 2019 ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. കൈസർ എ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷുകാർക്ക് തിരികെ നൽകുന്നതിനിടയായ സംഭവം ചോദിച്ചാൽ അത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം എളുപ്പമാണ്. 19 അങ്ങ് പഠിക്കുക. മാസം ചോദിച്ചാൽ ഏപ്രിൽ മാസം, തീയതി ചോദിച്ചാൽ 13. അപ്പൊ 13 ഏപ്രിൽ 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. അമൃത്സർ കൂട്ടക്കൊല എന്ന പേരിൽ അറിയപ്പെടുന്നത് ജാലിയൻ വാലാബാഗ് ആണ്. അമൃത്സർ കൂട്ടക്കൊല എന്ന പേരിൽ അറിയപ്പെടുന്നത് ജാലിയൻ വാലാബാഗ് ആണ്. പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടുവെങ്കിൽ അമൃത്സർ അത് ഇളക്കിയിരിക്കുന്നു എന്ന് ജാലിയൻ വാലാബാഗിനെ കുറിച്ച് പറഞ്ഞത് ഗാന്ധിജിയാണ്. ക്രൗളിംഗ് ഓർഡർ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് സർ പദവി ബ്രിട്ടീഷുകാർക്ക് തിരിച്ചു നൽകിയത് രവീന്ദ്രനാഥ് ടാഗോർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് കൈസർ എ ഹിന്ദ് ബഹുമതി തിരിച്ചു നൽകിയ വനിതയാണ് ചോദിക്കുന്നെങ്കിൽ അത് സരോജിനി നായിഡു ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല പ്രതിഷേധിച്ചുകൊണ്ട് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ച മലയാളിയായ വ്യക്തിയാണെന്ന് ചോദിച്ചാൽ അത് ചേറ്റൂർ ശങ്കരൻ നായരാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ 100ാം വാർഷികം 2019 ഇത്രയുമായിരുന്നു നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇത്രയും നേരം ഈ വീഡിയോ കൊണ്ട് സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടൺ ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് എത്തുന്നതാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക.